വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ടോ ശരിക്കും? കുറെ ദിവസമായിട്ട് പറയുന്നുണ്ടല്ലോ ഇതൊക്കെ. വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുവോടെ അതോ ചുമ്മാ പറ്റിക്കുവോ? പക്ഷെ എന്റെ അമ്മോ, ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് ഞാൻ തന്നെ മടുത്തു. ബട്ട് എന്തായാലും ഈ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോ ഒരു തീരുമാനമായിട്ടുണ്ട്. വിജയ് ഒരു മാസത്തില് ഒരു പൊളിറ്റിക്കൽ പാർട്ടി രജിസ്റ്റർ ചെയ്യും എന്ന കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് ന്യൂസ് സർക്കിളിൽ വരുന്നുണ്ട്. പാർട്ടിയുടെ നെയിം പറഞ്ഞിട്ടില്ല, ബട്ട് ആ പാർട്ടി നെയിമിന്റെ ലാസ്റ്റ് നെയിം കളകം എന്നായിരിക്കും. അതായത് ഒരു പേര് കാണും, പിന്നെ കളകം എന്നായിരിക്കും, ലൈക് ഡാഷ് കളകം. അപ്പോൾ സെക്കൻഡ് നെയിം നമുക്ക് കിട്ടി, കളകം എന്നാണ്. ബട്ട് ഫസ്റ്റ് നെയിം എന്താന്ന് നമുക്കറിയത്തില്ല, ആ ഡാഷ് എന്നൊന്നും നമുക്കറിയത്തില്ല. അതിനി അവർ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്യുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. വിജയ് പോളിറ്റിക്സിൽ വരാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ, ഇനി എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ബട്ട് അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതൊരു ചെറിയ കാര്യമാണ്, ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ബട്ട് എനിക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാൻ അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയായിരിക്കും. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, വിജയുടെ പൊളിറ്റിക്കൽ മൂവ് ഓരോന്നും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ആദ്യം തൊട്ടേ നോക്കാം. എങ്ങനെയായിരുന്നു വിജയ് ഓരോ സ്റ്റെപ്പുകൾ എടുത്ത് വെച്ച് വന്നുകൊണ്ടിരുന്ന നേരത്തെ, ഇനി എന്തൊക്കെയാണ് അടുത്തടുത്ത സ്റ്റെപ്പുകൾ വെക്കാൻ പോകുന്നത് എന്ന് ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് വരാം. ലിയോ സിനിമയുടെ സക്സസ് മീറ്റിൽ വിജയ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. തമിഴ് സിനിമയിൽ ഒരേ ഒരു പുരട്സിത്തലവരേ ഉള്ളൂ, MGR. ഒരേ ഒരു നടികർ തിലകമേ ഉള്ളൂ, ശിവാജി. ഒരേ ഒരു ക്യാപ്റ്റൻ, വിജയകാന്ത്. ഒരേ ഒരു സൂപ്പർ സ്റ്റാർ, രജനികാന്ത്. ഒരേ ഒരു ഉലകനായകൻ, കമൽഹാസൻ. ഒരേ ഒരു തല, അജിത്. രാജാക്കന്മാരിൽ നിന്നും ആജ്ഞകൾ സ്വീകരിക്കുന്നതാണ് തളപതി ചെയ്യുന്നത്. നിങ്ങളാണ് എന്റെ രാജാവ്, ഞാൻ നിങ്ങളുടെ തളപതി. ഇത് കേട്ടപ്പോൾ തന്നെ ഓഡിയൻസിന് ഒരു വലിയൊരു എനർജി ആയിപ്പോയി, ഒരു വലിയ ബൂസ്റ്റ് ആയിപ്പോയി. ഭയങ്കര വിസിലടിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു വിജയ്, ഞാൻ ജനങ്ങളുടെ സേവകനാണ് എന്ന്. ഇത്രയും പറഞ്ഞപ്പോ തന്നെ ആള് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് ഒരു ആദ്യ സിഗ്നൽ ആയിരുന്നു അത്. പിന്നെ ആ സക്സസ് മീറ്റില് അവിടുത്തെ ആങ്കർ 2026 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ആക്ച്വലി 2026 എന്ന് പറയുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കുന്ന ഒരു വർഷമാണ്, ആ ഒരു ടൈമാണ് അത്. അതായത് നമ്മുടെ ഈ മുഖ്യമന്ത്രി, ഈ MLA മാരൊക്കെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഇലക്ഷൻ. സോ ആ അസംബ്ലി ഇലക്ഷനെ മീൻ ചെയ്താണ് അവർ ചോദിക്കുന്നത്. അതിന് കപ്പ് മുഖ്യമ്പിക്കലേ എന്ന് വിജയുടെ സിനിമയുടെ ഡയലോഗ് തന്നെ പറയുന്നു. അത് പറഞ്ഞിട്ട് പിന്നെ വിജയ് ആളുടെ ഫാൻസിനെ നോക്കിയിട്ട് ഇങ്ങനെയും കൂടി പറയുന്നു, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ചുമ്മാ വഴക്കുണ്ടാക്കിയും തർക്കിച്ചും സമയം കളയരുത്. അതെ, തളപതി ഉറപ്പിച്ചു കഴിഞ്ഞു, തന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രിക്ക് സമയമായി എന്ന് തളപതി മനസ്സിലാക്കി കഴിഞ്ഞു. 2026 സ്റ്റേറ്റ് ഇലക്ഷനിൽ മക്കൾ ഇയക്കവും വിജയും തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. ചെന്നൈയിൽ വിജയ് നേരിട്ട് മുൻനിർത്തി ഒരു ചടങ്ങ് നടത്തി. തമിഴ്നാട് ബോർഡ് എക്സാംസിൽ ടോപ്പേഴ്സിനെ ആദരിക്കലായിരുന്നു അത്. മണിക്കൂറോളം നിന്ന് തമിഴ്നാട്ടിലെ ഓരോ ജില്ലയിൽ നിന്നും ബോർഡ് എക്സാംസിലെ സ്റ്റേറ്റ് ടോപ്പേഴ്സിനെ വിജയ് ആദരിച്ചു. ശരിക്കും തമിഴ്നാട്ടിൽ മാത്രമല്ല, തമിഴ്നാടിന് പുറത്തും സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് ചടങ്ങിലെ ദൃശ്യങ്ങൾ മാറി. ഇതിനുശേഷം ആ സ്റ്റേജിൽ വിജയുടെ പ്രസംഗവും വൈറലായി. പണം വാങ്ങി വോട്ട് ചെയ്യരുത് എന്നായിരുന്നു വിജയ് പറഞ്ഞത്. അടുത്തൊരു 3-4 വർഷത്തിൽ വോട്ടവകാശം നേടാൻ പോകുന്നവരോട് പണം വാങ്ങിച്ച് വോട്ടിടരുത് എന്ന് അവർക്ക് ഇഷ്ടമുള്ള ഒരു താരം പറയുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്ട് എന്തായിരിക്കും എന്നതും തമിഴ്നാട്ടിൽ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ യങ് ജനറേഷൻ, ഈ യൂത്തിനൊക്കെ വെച്ചിട്ടായിരിക്കും വിജയ് മുന്നോട്ട് നീങ്ങുന്നത് എന്ന് തന്നെയാണ് ഇപ്പൊ എല്ലാവരും കരുതുന്നത്. അതേ സ്റ്റേജിൽ വിജയോട് രാഷ്ട്രീയത്തിൽ വരാൻ ഒരു പെൺകുട്ടി അഭ്യർത്ഥിക്കുന്ന വീഡിയോയും വൈറലായിരുന്നു. 3 കൊല്ലം കഴിഞ്ഞ് ഞാൻ വോട്ടിടുമ്പോൾ ഞാൻ ഇടുന്ന വോട്ടിന് ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ അണ്ണൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്നാണ് ആ പെൺകുട്ടി വിജയോട് പറഞ്ഞത്. കുറെ വർഷങ്ങളായിട്ട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുവോ വരില്ലേ എന്ന ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിജയുടെ അച്ഛൻ SA ചന്ദ്രശേഖർ ഓരോ സ്റ്റേജിലൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരും എന്ന സൂചനയൊക്കെ കുറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2009 രാഹുൽ ഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ വിജയ് കോൺഗ്രസിൽ ചേരുമായിരിക്കും എന്ന റൂമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2020 കോൺഗ്രസ് വിജയെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ അദ്ദേഹത്തെ നിർബന്ധിക്കില്ല, ബട്ട് കോൺഗ്രസിൽ ചേരാൻ പുള്ളിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കും എന്നായിരുന്നു അളഗിരി പറഞ്ഞത്. 2011 അണ്ണാ ഹസാരെക്കൊപ്പം വിജയ് പബ്ലിക്ലി വന്നപ്പോഴാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരും എന്ന കാര്യങ്ങളൊക്കെ ചൂട് പിടിച്ചു തുടങ്ങിയത്. പിന്നെ 2014
അത് ലോക്സഭ ഇലക്ഷന്റെ ടൈം ആയിരുന്നു. അപ്പൊ മോദി പ്രൈം മിനിസ്റ്റർ ആയിട്ടില്ല, ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിട്ട് ഇരുന്ന സമയം. ആ സെൻട്രൽ ഇലക്ഷന്റെ ടൈമിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന മോദിയെ കാണാനും അദ്ദേഹം പോയി. പിന്നെ 2017 തമിഴ്നാട്ടിൽ നടന്ന ജല്ലിക്കെട്ട് പ്രൊട്ടസ്റ്റിനും വിജയ് പിന്തുണ നൽകി നിലപാട് പറഞ്ഞു. സിനിമയിലൂടെ BJP ഗവൺമെന്റിനെ എതിർത്ത് സംസാരിച്ചു എന്ന പേരിൽ ഈയിടയ്ക്ക് BJPക്കും ഒരു പ്രശ്നമായിട്ട് മാറി വിജയ്. ED വിട്ട് പേടിപ്പിച്ചപ്പോ ഒറ്റ ഒരു സെൽഫി കൊണ്ടാണ് അദ്ദേഹം അതിന് മറുപടി കൊടുത്തത്. 2019 ഇലക്ഷൻ ദിവസം വോട്ട് ചെയ്യാൻ സൈക്കിൾ ചവിട്ടി പോയതും ഫ്രീ ആയിട്ട് ഓരോന്ന് വാങ്ങിച്ച് വോട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞതും വിജയുടെ രാഷ്ട്രീയ പ്രസ്താവനകളായി വായിച്ചെടുക്കാം. വലിയൊരു ഫാൻ ബേസിനെ വെറുതെ ജയ് വിളിക്കാനും ഈ പാളഭിഷേകമൊക്കെ നടത്താനും ഉള്ളതാക്കി മാറ്റുന്നില്ല എന്ന് തന്നെയാണ് വിജയുടെ നിലപാട്. വിജയ് പോളിറ്റിക്സിൽ വരുമോ എന്ന ചർച്ച പിന്നെയും വരാനുള്ള കാരണം മക്കൾ ഇയക്കത്തിന്റെ മീറ്റിംഗിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടിയാണ്. ആ മീറ്റിംഗിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്യാനും വിജയ് അതിന്റെ ലീഡർ ആകാൻ ആവശ്യപ്പെട്ടതും ഒക്കെയാണ് വന്ന റിപ്പോർട്ട്. നിലവില് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ താരസംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വിജയ് മക്കൾ ഇയക്കം എന്ന് തന്നെയാണ്. കാരണം തമിഴ്നാടിന്റെ മുക്കിനും മൂലയിലുമായിട്ട് 30,000-നും ഏറെ യൂണിറ്റുകളാണ് വിജയ് മക്കൾ ഇയക്കത്തിന് ഉള്ളത്. കൂടാതെ ഫ്രീ ട്യൂഷൻ സെന്റേഴ്സ്, ലൈബ്രറി, ക്ലിനിക്കുകള്, നിയമസഹായ കേന്ദ്രങ്ങള് എന്നിവ വിജയ് മക്കൾ ഇയക്കം എന്ന കൂട്ടായ്മ വിവിധ സ്ഥലങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടില്ലെങ്കിലും വിജയ് മക്കൾ ഇയക്കം മെമ്പർ ഇലക്ഷനിലൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയും നിരവധി സീറ്റുകളിൽ വിജയിക്കാറും ഉണ്ട്. 2021 നടന്ന ഇലക്ഷനിൽ വിളുപ്പുറം ജില്ലയിൽ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വരെ വിജയ് ഫാൻസ് നേടിയിരുന്നു. ഇലക്ഷനിൽ വിജയുടെ 100-ലധികം ആരാധകരാണ് അന്ന് വിജയിച്ചത്. ഡയറക്റ്റ് ആയിട്ട് വിജയ് വന്ന് പ്രചാരണം ഒന്നും നടത്തിയില്ലെങ്കിലും ഇലക്ഷൻ ടൈമിൽ വിജയുടെ ഫോട്ടോ യൂസ് ചെയ്തോളാൻ പറഞ്ഞു കാൻഡിഡേറ്റ്സിനോട്. സിനിമയും രാഷ്ട്രീയവും ഒരേപോലെ കാണുന്ന ഒരു നാടും കൂടിയാണ് തമിഴ്നാട്. MGR, കരുണാനിധി, ജയലളിത എന്നിങ്ങനെ കുറെ പേരുണ്ട് സിനിമയിൽ നിന്ന് എത്തി തമിഴ് രാഷ്ട്രീയത്തിൽ സക്സസ്ഫുൾ ആയവർ. വിജയകാന്ത് പോളിറ്റിക്സിൽ വന്നിരുന്നെങ്കിലും അത്ര സക്സസ്ഫുൾ ആയില്ല. നേരത്തെ രജനികാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള നീക്കം നടത്തിയിരുന്നുവെങ്കിലും അവസാന നിമിഷം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. കമൽഹാസൻ പാർട്ടി ക്രിയേറ്റ് ചെയ്ത് മത്സരിച്ചിരുന്നു എങ്കിലും പുള്ളി നിന്ന സ്ഥലത്ത് പുള്ളി മാത്രം ജയിച്ചു. ബട്ട് വേറെ എവിടെയും കമൽഹാസന്റെ പാർട്ടി ജയിച്ചില്ല. പിന്നെ ഇപ്പോ ഉദയനിധി സ്റ്റാലിനും ഉണ്ട് ഇപ്പൊ പോളിറ്റിക്സിൽ. ADMKയില് ഇപ്പോ ലീഡറായിട്ട് അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് ഭരണകക്ഷിയായ DMKക്ക് ഇപ്പൊ തമിഴ്നാട്ടില് അങ്ങനെ വലിയ എതിരാളികളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. അവിടെയാണ് വിജയും മക്കൾ ഇയക്കവും അവരുടെ സാധ്യത തേടുന്നത്. DMK, ADMK, കോൺഗ്രസ്, BJP എന്നിങ്ങനെ കുറെ പാർട്ടികളുണ്ട് തമിഴ്നാട്ടിൽ. വിജയ് എന്ന സ്റ്റാറിന്റെ ഇമേജ് വോട്ടായിട്ട് മാറിയാല് ആര് മുന്നേറും എന്നും ആര് വീഴും എന്നുമാണ് കാണേണ്ടത്. എന്തായാലും വിജയുടെ പുതിയ മാസ് എൻട്രിക്കായിട്ട് കാത്തിരിക്കുകയാണ് തലപതി ഫാൻസ്. ഒരു 1 മന്തിൽ അവർ പാർട്ടി രജിസ്റ്റർ ചെയ്യും എന്നാ പറയുന്നത്. ആ പാർട്ടിയുടെ നെയിം എൻഡ് ചെയ്യുന്നത് കളകം എന്നായിരിക്കും എന്നാണ് ഈ മീഡിയ സർക്കിളിൽ ടോക്ക് ഒക്കെ നടക്കുന്നത്. ആ മീറ്റിംഗിൽ കുറെ പേര് ഈ ലോക്സഭ ഇലക്ഷനിൽ മത്സരിക്കാം എന്ന് ആവശ്യപ്പെട്ടു. അതായത് ഇപ്പോൾ ഒരു 3-4 മാസത്തിൽ വരുമല്ലോ പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ. ആ ഇലക്ഷനിൽ തന്നെ വിജയുടെ പാർട്ടി നിൽക്കണം എന്നായിരുന്നു ആ മീറ്റിംഗിൽ കുറെ പേര് പറഞ്ഞത്. പ്രൈം മിനിസ്റ്റർ ആയിട്ടല്ല കേട്ടോ, വിജയ് പാർട്ടി നിൽക്കണം. അപ്പൊ തമിഴ്നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഈ MP സീറ്റുകൾ 40 ഉണ്ട്, 40 MP സീറ്റുകളും ഉണ്ട്. സോ ഇറ്റ് വിൽ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പൊ വിജയ് പറഞ്ഞു ഇല്ല 2026 നമ്മുടെ ലക്ഷ്യം എന്ന്. 2026 എന്ത് ഇലക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഇലക്ഷൻ, നമ്മുടെ മുഖ്യമന്ത്രി ഇലക്ഷൻ തമിഴ്നാട്ടിൽ. സോ അതാണ് നമ്മുടെ ഗോൾ. സോ നമ്മൾ അത് ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പൊ ഈ ഇലക്ഷന് നമ്മൾ ഫോക്കസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് ഒക്കെ വരുന്നത്. ഇപ്പോ കുറെ പേര് ഓൾറെഡി പോളിറ്റിക്സിൽ ഉണ്ട്, ഇനിയും പുതിയ ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 2026 ഇലക്ഷനിൽ ആര് ജയിക്കും, ആര് തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ആവും, മുഖ്യമന്ത്രി ആവും? നിങ്ങളുടെ ഒപ്പീനിയൻസും അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വിജയുടെ പൊളിറ്റിക്കൽ എൻട്രിയെ കുറിച്ച് ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല ആ നോട്ടിഫിക്കേഷൻ ഐക്കണും പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.